ലൈബ്രറി കൗൺസിലിന്റെ അവധിക്കാല വായനാ വെളിച്ചം പരിപാടി സമാപിച്ചു. ലഘുനാടകങ്ങളും നൃത്തശില്പങ്ങളും ഒക്കെയായി കാസർഗോഡ് ജില്ലയിലെ വിവിധ ഗ്രന്ഥാലയങ്ങളിൽ നടന്ന സമാപന പരിപാടി ഹൃദ്യവും ഊഷ്മളവുമായി. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ഗ്രന്ഥശാലകൾ കേന്ദ്രീകരിച്ച് നടത്തിവന്ന അവധിക്കാല വായനാ വെളിച്ചം പരിപാടിയാണ് സമാപിച്ചത്. കാസർഗോഡ് ജില്ലയിലെ വിവിധ ഗ്രന്ഥശാലകളിൽ നടന്ന സമാപന പരിപാടി ഹൃദ്യവും ഊഷ്മളവുമായി. തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകങ്ങളുടെ വായനയെ ആസ്പദമാക്കി അഭിനയത്തിനും സർഗാത്മകതയ്ക്കും ഊന്നൽ നൽകുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഘുനാടകങ്ങളും നൃത്തശില്പങ്ങളുമെല്ലാം അവതരിപ്പിച്ചു. നീലേശ്വരം തൈക്കടപ്പുറത്തെ ആശാൻ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിൽ നടന്ന സമാപന സമ്മേളനം കവയിത്രി പ്രശാന്തി നീലേശ്വരം ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഒരു വായനശാല ഇന്നും നമ്മുടെ നാട്ടിൽ തലയുയർത്തി നിൽക്കണമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ആ വായനശാല ഇന്നും നല്ല പ്രൗഢിയോടെ ഈ പാലച്ചോർ അമ്പലത്തിന്റെ അരികത്ത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 10,000-ലധികം പുസ്തകങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു പുസ്തകം തുറക്കുമ്പോൾ നമ്മൾ ഒരു ലോകത്തേക്കുള്ള വാതിലാണ് തുറക്കുന്നതെന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഈ വായനാ കളരിയുടെ സമാപന ഘട്ടത്തിൽ ഈ അവസരത്തില് കുട്ടികളെ ഉള്ളിൽ വെളിച്ചം തെളിയിക്കാൻ ഈ വായനാ കളരിക്ക് സാധിച്ചത്. ചടങ്ങിൽ വാർഡ് കൗൺസിലർ റഷീദ മുഷ്താഖ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കെ നാരായണൻ മാസ്റ്റർ, NN നാദിറ, VV ജാനു, MV ഗംഗാധരൻ, KV അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി E രാധ സ്വാഗതവും KV പ്രിയേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.